രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണോ ഇലക്ട്രൽ ബോണ്ട്? ഈ സംശയം ബലപ്പെടുത്തുന്ന 10 വസ്തുതകൾ പരിശോധിക്കാം. 4500 കോടിയുടെ സോജില ടണൽ പ്രൊജക്ട് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കമ്പനിക്ക് കിട്ടിയത് 2020 ഓഗസ്റ്റിലാണ്. ഒക്ടോബറിൽ കമ്പനി 20 കോടിയുടെ ബോണ്ട് വാങ്ങി. 2022 ഡിസംബറിൽ BKC ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ കോൺട്രാക്റ്റും മേഘ കമ്പനിക്ക് ലഭിക്കുന്നു. അതേ മാസം കമ്പനി 56 കോടിയുടെ ബോണ്ട് വാങ്ങുന്നു. 2023 മാർച്ചിലാണ് 14,400 കോടിയുടെ താനെ ബോറേവാലി ടിൻ ടണൽ നിർമ്മാണ കരാർ മേഘ കമ്പനിക്ക് ലഭിക്കുന്നത്. കൃത്യം ഒരു മാസത്തിന് ശേഷം കമ്പനി വാങ്ങിയത് 140 കോടിയുടെ ബോണ്ടുകൾ. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ കമ്പനി 25 കോടിയുടെ ബോണ്ട് വാങ്ങിയത് 2022 ഒക്ടോബർ 7-നാണ്. കമ്പനിക്ക് ഛത്തീസ്ഗഡിലെ ഗാരെ പാൽമ കൽക്കരി ഖനിയിൽ ഖനനാനുമതി ലഭിച്ചത് കൃത്യം 3 ദിവസങ്ങൾക്ക് ശേഷം. വേദാന്ത ഗ്രൂപ്പിന് ഒഡീഷയിലെ രാധികാപൂർ കൽക്കരി ഖനിയിൽ ഖനനാനുമതി ലഭിക്കുന്നത് 2021 മാർച്ച് 3-നാണ്. അവർ 25 കോടിയുടെ ബോണ്ട് വാങ്ങുന്നത് 2021 ഏപ്രിലിൽ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് കമ്പനിയുടെ 120 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയത് 2019 ജൂലൈയിലാണ്. പിന്നീട് 2020-24 കാലത്ത് 1368 കോടി രൂപയുടെ ബോണ്ടാണ് കമ്പനി വാങ്ങിയത്. 2022 ഏപ്രിൽ 2-ന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ 409 കോടി രൂപയുടെ ആസ്തികൾ ഇഡി കണ്ടുകെട്ടി. 5 ദിവസത്തിന് ശേഷം 2022 ഏപ്രിൽ 7-ന് കമ്പനി 100 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി. 2023 ഒക്ടോബറിൽ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. അതേ മാസം കമ്പനി 65 കോടിയുടെ ബോണ്ട് വാങ്ങി. 2023 ഡിസംബറിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്ന ഷിർദിസായ് ഇലക്ട്രിക്കൽസ് ഒരു മാസത്തിന് ശേഷം വാങ്ങിയത് 40 കോടിയുടെ ബോണ്ട്. ഖനന അനുമതി നേടിയ സഞ്ജീവ് ഗോയങ്കയുടെ ഹാൽദിയ എനർജി ഗ്രൂപ്പ് വാങ്ങിയത് 375 കോടിയുടെ ബോണ്ട്. കടലാസ് കമ്പനികളെ ഉപയോഗിച്ച് നടന്ന കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇലക്ട്രൽ ബോണ്ടിലെ മറ്റൊരു അഴിമതി. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ റിലയൻസുമായി ബന്ധമുള്ള കിക്ക് സപ്ലൈ ചെയിൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ആകെ ലാഭം 130 കോടിയാണ്. അവർ വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടുകളുടെ മൂല്യമാകട്ടെ 410 കോടിയും.